ഹോർമോസ് തുറന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച ഇറാനെ നരകതുല്യമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വൈദ്യുത കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആഞ്ഞടിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പ്രസ്താവനകൾക്കെതിരെ കടുത്ത ഭാഷയിൽ ഇറാൻ മറുപടി നൽകി. നെതന്യാഹുവിന്റെ വാക്ക് കേട്ട ഇറാനെ നരകമാക്കിയാൽ മേഖല കത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അത് മേഖലയിലെ ഓരോ കുടുംബത്തെയും ബാധിക്കും. ആപൽക്കരമായ ഇത്തരം പ്രസ്താവനകൾക്കും യുദ്ധക്കുറ്റങ്ങൾക്കുമെതിരെ ഇടപെടണമെന്ന് ഇറാൻ UN-നോടും ആവശ്യപ്പെട്ടു. ട്രംപിനെതിരെ ആംനസ്റ്റി രംഗത്ത് വന്നു. അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. MC നാസറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നാസർ, വലിയ ഭീഷണി ട്രംപിന്റെ ഭാഗത്തുണ്ടാകുന്നു. എങ്ങനെയാണ് ഇറാൻ നിലപാടെടുക്കുന്നത്? വിനീഷ, വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പരസ്യമായിട്ടുള്ള ഇത്തരം യുദ്ധക്കുറ്റങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത അന്തർദേശീയ സമൂഹത്തിനുണ്ട്, UN പോലുള്ള വേദികൾക്കുണ്ട് എന്നാണ് ആദ്യ പ്രതികരണമായി തന്നെ ഇറാൻ നൽകിയത്. അതോടൊപ്പം തന്നെയാണ് ഒരു നിലക്കുള്ള വിട്ടുവീഴ്ചകൾക്കും തങ്ങൾ ഒരുക്കമല്ല. ഹോർമൂസ് കടലിടുക്കിനുമേൽ തങ്ങൾക്കുള്ള പരമാധികാരമുണ്ട്. ആ പരമാധികാരം ലോകം മാനിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല തങ്ങൾക്കെതിരെ നടന്ന അന്യായമായിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ അതിൻ്റെ നഷ്ടപരിഹാരം കൃത്യമായി തന്നെ തങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് പറയുന്നത് തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കുമെതിരെയാണ് ആക്രമണം നടക്കുന്നതെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മാത്രമല്ല ആ രണ്ട് രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സഖ്യരാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവും. മേഖലയെ ഒരുമിച്ച് തന്നെ ഒരു തീഗോളമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് ഇസ്രായേലും അമേരിക്കയും മാത്രമല്ല സഖ്യകക്ഷികളും കൂടിയാണ് ആലോചിക്കേണ്ടത് എന്ന വളരെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ് പാർലമെന്റ് സ്പീക്കറും വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ സൈനിക വക്താവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചൊവ്വാഴ്ച വൈകിട്ട് വരെയാണ് ഇപ്പോൾ ട്രംപ് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെയുള്ള കണക്ക് പ്രകാരം നാളെ രാത്രിയോടുകൂടി 48 മണിക്കൂർ സമയപരിധി അവസാനിക്കേണ്ടതായിരുന്നു. അത് ഇപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് ഏതാണ്ട് ഇന്ത്യൻ സമയം 6:30 വരെ നീട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനുശേഷം അതായത് ചൊവ്വാഴ്ച രാത്രിയോടുകൂടി കനത്ത തോതിലുള്ള ആക്രമണങ്ങളുണ്ടാവും. ചൊവ്വാഴ്ച തന്നെയും പരമാവധി പാലങ്ങളും അതോടൊപ്പം തന്നെ ഊർജ്ജ കേന്ദ്രങ്ങളും വൈദ്യുത ടവറുകളും പൂർണ്ണമായി തന്നെ തകർക്കും. ഇറാനെ പൂർണ്ണമായിട്ടും ഇരുട്ടിലേക്ക് തള്ളി മാറ്റും എന്നതുൾപ്പെടെയുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെയും അതല്ലാതെ വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെയും ട്രംപ് നടത്തിയിരിക്കുന്നത്. പക്ഷേ മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഹോർമസിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടും ഇറാൻ തങ്ങളുടെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇന്ന് രാവിലെയാണ് ഇറാനിൽ നിന്ന് തകർന്ന തങ്ങളുടെ F-15 വിമാനത്തിലെ 2 പൈലറ്റുമാരിൽ രണ്ടാമത്തെ പൈലറ്റിനെ കൂടി സുരക്ഷിതമായിട്ട് തങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിച്ചു എന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. വലിയ ഓപ്പറേഷൻ കമാൻഡോ ഓപ്പറേഷൻ തന്നെ ഇതിനു വേണ്ടി നടത്തുകയുണ്ടായി. ആ ഒരു കമാൻഡോ ഓപ്പറേഷനിൽ 200-ഓളം സൈനികർ പങ്കെടുത്തു, നിരവധി പോർവിമാനങ്ങൾ പങ്കെടുത്തു എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രം ഇനിയും വ്യക്തമായിട്ടില്ല. ഇറാൻ അവകാശപ്പെടുന്നതും അതോടൊപ്പം തന്നെ അമേരിക്ക ഏറെക്കുറെ അംഗീകരിച്ചിരിക്കുന്നതും ഈ രക്ഷാദൗത്യത്തിനിടെ 2 വിമാനങ്ങൾ കൂടി ഇറാന്റെ സൈന്യം വെടിവെച്ചിട്ടു. അതോടൊപ്പം തന്നെ 2 ഹെലികോപ്റ്ററുകളും അമേരിക്ക നഷ്ടമായിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എങ്കിലും ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് തങ്ങളുടെ ഒരു നിർണായക നേട്ടമായിട്ടാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഇറാൻ വളരെ ശക്തമായിട്ട് തങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനം വളരെ പുതുതായിട്ട് ആവിഷ്കരിച്ചതാണ്. അതിലൂടെയാണ് ഈ വലിയ നേട്ടങ്ങൾ തങ്ങൾക്ക് കരഗതമാക്കാൻ സാധിച്ചതെന്നാണ് ഇറാൻ സൈന്യം അവകാശപ്പെടുന്നത്. അതേസമയം മേഖലയിലേക്കുള്ള ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഇന്ന് രാത്രിയും അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൈഫയിലെ 4 നില കെട്ടിടത്തിന് വലിയ തോതിലുള്ള തകരാർ സംഭവിച്ചിട്ടുണ്ട്. അവിടെ കെട്ടിടം തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 4 പേരെ കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇസ്രായേലിൽ നിന്ന് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഹൈഫയിലെ വിവിധ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു. പല ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണവും കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ കൊണ്ടു എന്നാണ് ഇസ്രായേൽ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ബംഗൂരിയൻ എയർപോർട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകളെയും ജീവനക്കാരെയും മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി ഇന്ന് രൂപപ്പെട്ടു.
ബഹ്റൈൻ, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾക്ക് നേരെയും വ്യാപകമായ തോതിലാണ് ഇന്നും മിസൈൽ ഡ്രോൺ ആക്രമണം നടന്നത്. പക്ഷേ ഇതിനെ ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ സാധിച്ചതായിട്ട് വിവിധ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്.